ഹായ്, സൺഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പരിപാടികളൊക്കെ? ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് ഈ ചെയ്തത്. തേങ്ങ അരച്ചൊഴിക്കാതെ വെക്കുമല്ലോ നമ്മൾ ഗ്രീൻ പീസ് കറി, അങ്ങനെയാണെന്ന് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തേനായിട്ട് ഇന്ന് ബിരിയാണിയാണ് ഈ ചെയ്യുന്നത്. ബിരിയാണിക്ക് ഞാൻ ലൗലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. നല്ല അരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവോളയങ്ങ് നല്ലതുപോലെ മൊരിയിച്ചെടുത്ത് ആ എണ്ണയിൽ തന്നെ ചിക്കനും കൂടെ അങ്ങ് വറുത്തെടുത്തേ. ഇതിൻ്റെ ഇടയ്ക്ക് ദിയാക്കുട്ടിന് അലുവ വേണമെന്ന് പറഞ്ഞു. പിന്നെ അലുവ കണ്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചേ. അങ്ങനെ ചിക്കൻ സാധാരണ ഞാൻ ചിക്കൻ വറുക്കാതെ വെക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചിക്കൻ വറുത്താണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വറുത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്ര ഹെൽത്തി അല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ അല്ലേ. അങ്ങനെ ചിക്കനും വറുത്തെടുത്ത് ഇതിനിടയ്ക്ക് ഞാൻ അരി പുറത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. ചോറ് നമ്മൾ പുറത്തിട്ടാണ് വെക്കുന്നത്. 1.5 കിലോ അരിക്കാണ് വെക്കുന്നത്. സാധാരണ ഇത് പിറ്റേ ദിവസത്തേനും കൂടെ ചെയ്യുന്നത്. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനേ. ഇനിയിപ്പം നാളെ പോകണ്ടല്ലോ. ഒരു സൈഡിൽ കൂടെ ഞാൻ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റേ സൈഡിൽ കൂടെ സവാളയും മൊരിയിച്ചല്ല വഴറ്റിയെടുത്തേ. അതിനകത്ത് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചതും പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചിടും കേട്ടോ. അതും ഒന്ന് നല്ലതുപോലെ വഴഞ്ഞു വരുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വരട്ടി പിന്നെ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ സവോള മൊരിയിച്ചതിനകത്ത് കുറച്ച് സവോളയും കൂടെ മൊരിയിച്ചെടുക്കുകയും ഇതിൻ്റെ ഇടയ്ക്ക് അരി ഞാൻ കുതിർത്തി കുറച്ച് നേരം വെക്കുകയും ഒരു 10-15 മിനിറ്റ് വെക്കത്തേ ഉള്ളൂ. ഈ അരി ചെറിയ അരിയായതുകൊണ്ട് ഒരുപാട് നേരം കുതിർത്തി വെക്കണ്ട കേട്ടോ. ഇതെൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്. ചിക്കനും സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് ബിരിയാണി മസാലയും കീറി വെച്ചേക്കുന്ന തക്കാളിയും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് തൈരും കൂടെ ഉപയോഗിക്കുകയും. ഇത് ഒരു ചിക്കനായിരുന്നേ. ഒരു ചിക്കൻ എടുക്കുമ്പോഴത്തേന് ഞാൻ 2 തക്കാളി എടുക്കും കേട്ടോ. അതും എല്ലാം കൂടെ ഒന്നിട്ട് അടച്ചങ്ങ് വെച്ച് നല്ലതുപോലെ വേവിക്കുകയും. നമ്മുടെ ചോറും ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് സെറ്റ് ചെയ്യാവേ. ഒരു വലിയൊരു ഉരുളിയുണ്ട്. ഇത് 1.5 കിലോ വരെ അരി ഉള്ളുന്ന ഉരുളിയാണ്. അതിനകത്തോട്ട് ആദ്യം ചിക്കൻ പകുതി അങ്ങ് തട്ടുകയും എന്നിട്ട് അതിൻ്റെ പുറത്ത് ചോറിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് ഉള്ളി വറുത്തതും ഒക്കെ ഇട്ട് നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കുകയും അതൊരു 3 കുഴി ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ കുഴിക്കകത്ത് തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു 3-4 ഡ്രോപ്സ് ഉപയോഗിക്കും കേട്ടോ. അതും ഒഴിച്ച് എന്നിട്ട് ചോറങ്ങ് നല്ലതുപോലെ നിരത്തി അങ്ങ് വെക്കും കേട്ടോ. കാഷ്യൂ നട്ട്സ് ഇപ്പോൾ ഇടത്തില്ല. അത് ഞാൻ ചോറ് വിളമ്പുമ്പം എല്ലാവരുടെയും പ്ലേറ്റിനകത്ത് 3-4-5 ഇട്ട് കൊടുക്കത്തേ ഉള്ളേ. അപ്പോഴേ അങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ദമ്മിടുകയും അതിനുശേഷം നമുക്ക് വിളമ്പിയെടുക്കാവേ. ഞാനിത് ആദ്യം പിള്ളേർക്ക് കൊടുക്കുവാണേ. അവർ കഴിച്ചിട്ടേ ഞാനും അമ്മച്ചിയൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നത് ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് IT പഠിക്കുന്ന സമയത്താണ്. വമ്പൻ ഫ്ലോപ്പായിരുന്നു. ചോറ് നല്ല വെന്ത് കുഴഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഒരു 10 കിലോ ആയിരിക്കുവാണെങ്കിലും ബിരിയാണിയൊക്കെ വെക്കും കേട്ടോ. അത്രയ്ക്ക് എക്സ്പേർട്ടായി. അപ്പോൾ സംഭവമൊക്കെ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ